നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന ഭാഗത്തിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ചിരുന്ന പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ചിരുന്ന പേര്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു? 72 പേരാണ്. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു? 72 പേർ. കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഐറിഷ് അംഗം ആൽഫ്രഡ് വെബ് ആണ്. കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഐറിഷ് അംഗം ആൽഫ്രഡ് വെബ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് ആദ്യമായി വന്ദേ മാതരം ആലപിക്കപ്പെട്ടത്. 1896. കോൺഗ്രസിന്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് മലയാളിയായ C ശങ്കരൻ നായർ അധ്യക്ഷനായത്? 13ാം സമ്മേളനത്തിലാണ്. മലയാളിയായ ഏക അധ്യക്ഷനാണ് C ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം 13ാം സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്. 1907 സൂറത്ത് പിളർപ്പിന്റെ കാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ ഡാഷ് ബിഹാരി ഘോഷ് ആണ്. 1907 സൂറത്ത് പിളർപ്പിന്റെ കാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വനിത. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. മിത തീവ്ര വിഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തിയ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് AC മജുംദാർ. AC മജുംദാർ ആണ് മിത തീവ്ര വിഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തിയ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്ന സ്ഥലം കൽക്കട്ടയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് കൽക്കട്ടയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹിയുമാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം. കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ച 1985 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് രാജീവ് ഗാന്ധിയാണ്. 1985 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് രാജീവ് ഗാന്ധി. എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് 1939 ത്രിപുരി സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായത് സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായത് സുഭാഷ് ചന്ദ്രബോസ്. അക്രമരഹിത നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അക്രമരഹിത നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. 1939 കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ടത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയാണ് 1939 ത്രിപുരി സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ടത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കേണ്ട മൗലികാവകാശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കേണ്ട മൗലിക അവകാശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. കോൺഗ്രസ് പരിപൂർണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം ഗാന്ധിജി ആരംഭിച്ച ലംഘന സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജി ആരംഭിച്ച നിയമലംഘന സമരം ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര.
സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് മാർച്ച് 12 1930 മാർച്ച് 12-നാണ് സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം 1905-ലെ ബനാറസ് സമ്മേളനം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അതിന്റെ അധ്യക്ഷനായിരുന്നത്. 1905-ലെ ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നതെന്ന് 7-8 ഓഗസ്റ്റ് 1942 ബോംബെയിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ഓഗസ്റ്റ് 7-നും 8-നും 1942 ബോംബെയിൽ വെച്ചാണ്. 1951 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിക്ക് രൂപം കൊടുത്ത മുൻ കോൺഗ്രസ് അധ്യക്ഷൻ JB കൃപലാനി. 1951 കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിക്ക് രൂപം കൊടുത്ത മുൻ കോൺഗ്രസ് അധ്യക്ഷൻ JB കൃപലാനി. 1927 ഫെബ്രുവരിയിൽ ബ്രസൽസിൽ കൂടിയ ലോകത്തിലെ മർദ്ദിത ജനവർഗങ്ങളുടെ സമ്മേളനത്തിൽ കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണാലിറ്റീസ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ? ആചാര്യ JB കൃപലാനി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ആചാര്യ JB കൃപലാനി. സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ MA അൽസാരി ആയിരുന്നു. 1927 മദ്രാസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ. വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1940-ലാണ്. രാംഗഡ് സമ്മേളനമാണ്. രാംഗഡിൽ നടന്ന 1940-ലെ സമ്മേളനത്തിലാണ് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം. കോൺഗ്രസും കേരളവും എന്ന ഗ്രന്ഥം രചിച്ചത് AK പിള്ള. കോൺഗ്രസും കേരളവും എന്ന ഗ്രന്ഥം രചിച്ചത് AK പിള്ള. ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1885 ബോംബെയിലാണ്. സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷനായത് പട്ടാഭി സീതാരാമയ്യയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896-ലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആണ്. അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആര്? റഹ്മത്തുള്ള സയാനിയാണ് 1896-ൽ കൽക്കട്ട സമ്മേളനം നയിച്ചത്. 1939 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1939 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച എത്രാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ? രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യറാണ്. കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. സോഷ്യലിസ്റ്റ് മാതൃക ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1955 ആവടി സമ്മേളനമാണ്. സോഷ്യലിസ്റ്റ് മാതൃക ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1955-ലെ ആവടി സമ്മേളനം. ഗാന്ധിജി വിഖ്യാതമായ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് എവിടെ? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ്. ഗോവയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് ഗാന്ധിജി വിഖ്യാതമായ ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത്. 3 തവണ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. 3 തവണ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു. 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിൽ അധികാരം വഹിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷി ലേബർ പാർട്ടിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിൽ അധികാരം വഹിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. 1939-ൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപവത്കരിച്ച രാഷ്ട്രീയ കക്ഷി ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി.
കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആദ്യത്തെ വിദേശിയായ ജോർജ് യൂൾ ഏത് സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1888 അലഹബാദ് സമ്മേളനത്തിലാണ് ജോർജ് യൂൾ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശിയായ അധ്യക്ഷനായത്. 1924 ബൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രാധാന്യം. ഗാന്ധിജി അധ്യക്ഷനായ ഏക സമ്മേളനമാണ് 1924 ബൽഗാം കോൺഗ്രസ് സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ചതെന്ന് 1930 ജനുവരി 26 ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ചത്. 1930 ജനുവരി 26. കോൺഗ്രസിൽ ആദ്യമായി നിയമാവലിക്ക് രൂപം നൽകിയ സമ്മേളനം 1899 ലക്നൗ സമ്മേളനം. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1937 ഫെയ്സ്പൂർ സമ്മേളനം. 1937 ഫെയ്സ്പൂർ സമ്മേളനമാണ് ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം. കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി കെ കേളപ്പൻ. കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി കെ കേളപ്പൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.